കഴിഞ്ഞ വർഷം തിയേറ്ററോട് റിലീസായി ഒരു വമ്പൻ വിജയമായി മാറിയ ധുരന്തർ എന്ന് പറയുന്ന സിനിമയുടെ രണ്ടാം ഭാഗം മാർച്ച് 19 തിയേറ്ററോട് റിലീസാകാൻ പോവേ. ഇതുവരേക്കും ഒരു ടീസർ മാത്രം റിലീസാക്കി 19 പടം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ നിലനിൽക്കുന്ന സമയത്താണ് അവരിതാ ഇന്നലെ അതിൻ്റെ ട്രെയിലർ റിലീസാക്കിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ട്രെയിലർ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. ഞാനിപ്പോൾ നാട്ടിലാണുള്ളത്, അതുകൊണ്ട് കുറച്ച് ശബ്ദവും കാര്യങ്ങളും കോലാഹലവും ഒക്കെ ഉണ്ടാകാം. നമുക്കെന്തായാലും ഇത് ഇപ്പോൾ നോയിസ് ക്യാൻസലേഷൻ മോഡിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ശബ്ദവും പ്രശ്നങ്ങളൊന്നും വരില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാം. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ലൈക്ക് ചെയ്തതിന് ശേഷം തൊട്ട് താഴെ കിടക്കുന്ന ഹൈ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. വെൽക്കം ടു സിനിപീഡിയ. ലൈറ്റിങ്, അതുപോലെ തന്നെ ലൊക്കേഷൻ, ഈ ഫ്രെയിം കാര്യങ്ങളൊക്കെ പ്രശ്നം ഉണ്ടായിരിക്കും. എന്തായാലും തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. മുമ്പോട്ടുള്ള വീഡിയോസിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇപ്പം നാട്ടിലോട്ട് വന്നതുകൊണ്ട് എനിക്ക് ധുരന്തർ അതുപോലെ തന്നെ ആട് 3 എന്നുള്ള സിനിമകളൊക്കെ തിയേറ്ററിൽ നിന്ന് കാണാൻ സാധിക്കുന്നുള്ളൊരു സന്തോഷത്തിൽ കൂടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും 3 മിനിറ്റ് 26 സെക്കൻഡിലുള്ള ഒരു വലിയൊരു ട്രെയിലർ തന്നെയാണ് അവർ റിലീസാക്കിയിട്ടുള്ളത്. എന്തായാലും കണ്ടിട്ട് ബാക്കി കാര്യം സംസാരിക്കുക. ഇതിനി കോപ്പിറൈറ്റ് അടിക്കുമെന്ന് അറിയത്തില്ല. ജിയോ സ്റ്റുഡിയോസിൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് അവർ റിലീസാക്കിയിരിക്കുന്നത്. പോസ്റ്ററൊക്കെ ഗംഭീരമാണ്. ദ റിവെഞ്ച് എന്നാണ് സിനിമയുടെ പേര് കൊടുത്തിരിക്കുന്നത്, ധുരന്തർ ദ റിവെഞ്ച്. അപ്പോൾ കണ്ടിട്ട് ബാക്കി കാര്യം സംസാരിക്കാം. ലെറ്റ്സ് റിയാക്ട്. വരൂ, കമാൻ. हिंदूवादी डरपोक कौन है? पड़ोस में रहते हैं हम, पूरे भर का जोर लगा लो और बिगाड़ लो जो बिगाड़ सकते हो. हिंदूवादी വൺ സെക്കൻഡ്. ക്ലാരിറ്റി ഭയങ്കര മോശമായ പോലെ തോന്നുന്നു. വൈ തോന്നി. ഇത്രയും ക്വാളിറ്റി വരാൻ പാടില്ല. കൂടിയ ക്വാളിറ്റി തന്നെ ആയിരിക്കാം. വീണ്ടും ലെറ്റ്സ് റിയാക്ട്. ക്ലാരിറ്റി മാറിയില്ല. पड़ोस में रहते हैं हम, पूरे भर का जोर लगा लो और बिगाड़ लो जो बिगाड़ सकते हो. हिंदूवादी रहमान डकैत की मौत के बाद लियारी की सड़कों पर खौफ खौफ का माहौल. कई मकामात पर फायरिंग और रॉकेट लॉन्चर के धमाके साफ सुनाई दिए जा रहे हैं. सबसे बड़ा सवाल, रहमान डकैत की मौत के बाद कौन बनेगा लियारी का बादशाह? लियारी का बादशाह कौन बनेगा? खुद ही ट्राई कर. What frame? Let's sing. Introducing. लो क्यों रहा है लाले? तूने सुना नहीं? जहाँ दर्द है वहाँ मर्द है. जहाँ दर्द है उधर मर्द. हिंदुस्तानी काफिर का सर काटकर मुशर्रफ के दस्तरखान पर रखा था मेजर इकबाल ने. पाणम शूट ചെയ്തിരിക്കുന്നത്. हिंदुस्तानी सर काटकर मुरीद के मीनार से लटकाऊंगा. This much. हौसला, ईंधन, बदला. हौसला, ईंधन, बदला. Ladies and gentlemen, you are still not ധുരന്തർ ready for ഉറി. പടം മുഴുവൻ കാണിക്കുമല്ലോ. हेवी अब हिंदुस्तान तय करेगा. Run.
ആദിത്യധാർ. जवारी साहब, आपने बतखें तो बड़ी सफेद पाल रखी है अपने फार्म हाउस में. Your buttocks are really white. വാ 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 സൂപ്പർ. പടത്തിന്റെ ഫസ്റ്റ് പാർട്ട് റിലീസായ സമയത്തും പടത്തിന്റെ ഒരു ദൈർഘ്യം എന്ന് പറയുന്ന ഒരു 4 മണിക്കൂർ എടുത്തുണ്ടായിരുന്നു. എന്ന് പറയുന്ന പോലെ തന്നെ ട്രെയിലറും ഒരു 3-3.5 മണിക്കൂർ വെച്ച് പൊളിച്ചിട്ടുണ്ട്. ഇനി ഇതേ ടൈമിംഗ് തന്നെയാണോ റൺ ടൈം എന്നുള്ള കാര്യം അറിയത്തില്ല. എന്തായാലും ഒരു റൂമർ വരുന്നുണ്ട് 4 മണിക്കൂറോളം പടത്തിന്റെ റൺ ടൈം കാണും. കാരണം അത്രയും വലിയൊരു പടമായിരിക്കും എന്നുള്ളത് ഇപ്പം തന്നെ വരുന്നുണ്ട്. സോ ലെറ്റ് സി. നമുക്ക് എന്തായാലും 19-ാം തീയതി ഫസ്റ്റ് ഷോ ധുരന്തർ കാണും. ഫസ്റ്റ് എന്തായാലും നമ്മുടെ ആട് 3 കണ്ടതിന് ശേഷം മാത്രമേ ധുരന്തർ കാണാൻ പോകത്തുള്ളൂ. അതൊരു വാശിയാണ്. വാശിയല്ല, ഒരു വികാരമാണ്. അപ്പോൾ ആട് 3 കണ്ടതിന് ശേഷം ധുരന്തർ 2 കണ്ട് നമ്മളതിൻ്റെ റിവ്യൂ ഇടുന്നതായിരിക്കും. എന്തായാലും ട്രെയിലർ എനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ ഹെവി ആയിരുന്നു. സിനിമ പറയുന്ന പോലെ തന്നെ ഭയങ്കര ഹെവി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഫസ്റ്റ് പാർട്ട് ഒരുപാട് വിമർശനങ്ങൾ ഇപ്പം നേരിടുന്നുണ്ട്. കാരണം ആ പടത്തിൽ ഒറിജിനൽ കുറേ കാര്യങ്ങളൊക്കെ വിമർശിക്കാൻ അവർ വിട്ടുപോയി. കുറച്ച് വെള്ളപൂശാൻ ശ്രമിച്ചു, പ്രൊപ്പഗണ്ട സിനിമയായി മാറി എന്നൊക്കെ പറയുന്നുണ്ട്. പ്രൊപ്പഗണ്ട ഓഫ്കോഴ്സ് ഇതൊരു പ്രൊപ്പഗണ്ട സിനിമ പോലെ തന്നെയായിരുന്നു അതിനെ ട്രീറ്റ് ചെയ്തിരുന്നത്. കാരണം അതിൻ്റെ അത് കുറേ ആൾക്കാരെ വെള്ളപൂശാൻ അവർ ശ്രമിക്കുന്നുമുണ്ട്. കാരണം അതിൻ്റെ ഡയറക്ടർ ആദിത്യധാർ എന്ന് പറയുന്നത് ഒരു BJP അനുഭാവിയാണ്. സോ പുള്ളിയുടെ പാർട്ടീനെ നന്നാക്കാനല്ലേ നോക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പുള്ളി ആ ഒരു ലിബർട്ടി അതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഓഡിയൻസിനെ നിരാശപ്പെടുത്താത്ത രീതിയിൽ അവരെ എൻ്റർടൈൻ ചെയ്യിക്കുന്ന രീതിയിലൊക്കെ ഇതിനെ ട്രീറ്റ് ചെയ്യാനും അവർ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കൊരു വലിയൊരു കല്ലുകടിയായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രശ്നമായിട്ടോ എനിക്കത് ഫീൽ ചെയ്തില്ല. പക്ഷേ ഇപ്പം OTT-യിലേക്ക് റിലീസായതിനു ശേഷം അതിനെപ്പറ്റി ഒരുപാട് വിമർശനങ്ങൾ വരിക, അതുപോലെ തന്നെ പാർലമെൻറ്റിലടക്കം ഇതിൻ്റെ ഒരു വിഷയങ്ങളൊക്കെ ഉന്നയിക്കുക, സിനിമയിൽ കൃത്യമായിട്ടല്ല കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ലെറ്റ് സി. നമുക്ക് അടുത്ത പാർട്ട് അതിനെയൊക്കെ മറികടക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ വിമർശനങ്ങളൊക്കെ അടപ്പിക്കുന്ന രീതിയിലുള്ളൊരു സിനിമയായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എന്തായാലും ആദിത്യധാറിൻ്റെ ഒരു ഫിലിമോഗ്രഫി കരിയറിലെ ഏറ്റവും വലിയൊരു മൈൽ സ്റ്റോൺ ചിത്രം തന്നെയായിരിക്കും ധുരന്തർ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത്. കാരണം അത്രയേറെ പ്രതീക്ഷ ഈ സിനിമയുടെ മേലുണ്ട്. ലെറ്റ് സി. നമുക്ക് സിനിമ റിലീസായതിനു ശേഷം ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. അത്രേ പറയാനുള്ളൂ. നിങ്ങൾക്ക് ട്രെയിലർ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ റിയാക്ഷൻ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പോരായ്മകൾ ഈ വീഡിയോയിൽ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.